Hello everyone, welcome to my channel Simply English by Meera. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എവറിഡേ യൂസ് ബൈ ആലിസ് വോക്കർ. ഇതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. എവറിഡേ യൂസ് എന്ന ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആലിസ് വോക്കർ ആണ്. അവരൊരു അമേരിക്കൻ നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, പോയറ്റ് ആണ്, സോഷ്യൽ ആക്ടിവിസ്റ്റുമാണ്. പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ് ആണ്. ദ കളർ പേർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് അവർക്ക് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. സോ വിമൻസ് റൈറ്റ്, അതേപോലെ തന്നെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്നിങ്ങനെയുള്ള മൂവ്മെന്റുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ആലിസ് വോക്കർ. അവരൊരു 30ഓളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല വുമണിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കോയിൻ ചെയ്തതും ആരാണ്? ആലിസ് വോക്കർ തന്നെയാണ്. ഷീസ് പെർമനന്റ്ലി ബ്ലൈൻഡ് ഇൻ എ റൈറ്റ് ഐ ഡ്യൂ ടു എ ചൈൽഡ്ഹുഡ് ആക്സിഡന്റ്. അതായത് ഒരു ചൈൽഡ്ഹുഡ് ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് വലത്തെ കണ്ണിന്റെ കാഴ്ച അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എവറിഡേ യൂസ് എന്ന ഷോർട്ട് സ്റ്റോറി ആദ്യം പബ്ലിഷ് ചെയ്തത് 1973 ഹാർപ്പേഴ്സ് മാഗസിന്റെ ഏപ്രിൽ ഇഷ്യൂലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇൻ ലവ് ആൻഡ് ട്രബിൾ എന്നുള്ള വോക്കേഴ്സ് കളക്ഷനിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഈ ഒരു സ്റ്റോറി എവിടെയാണ് നടക്കുന്നത്? ഡീപ്പ് സൗത്ത് എന്ന് പറഞ്ഞാൽ സദേൺ പാർട്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയുടെ തീം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് ഹെറിറ്റേജ് ആൻഡ് ഐഡന്റിറ്റി ആണ്. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം എന്നൊക്കെയാണ് അർത്ഥം. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിത്വം എങ്ങനെയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രമേയങ്ങളായിട്ട് വരുന്നത്. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മാമ, അതായത് അമ്മ. മിസ്സസ് ജോൺസൺ എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. അവരുടെ റിയൽ നെയിം ഇതിൽ വെളിപ്പെടുത്തുന്നില്ല. അവരാണ് ഈ ഒരു സ്റ്റോറിയുടെ നറേറ്റർ. അടുത്തത് ഡി, എൽഡസ്റ്റ് ഡോട്ടർ ഓഫ് മാമ. മാമയുടെ മൂത്ത മകളാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ഫാഷനബിൾ ആണ്. അടുത്ത ക്യാരക്ടർ മാഗി, മാമാസ് യങ്ങർ ഡോട്ടർ, രണ്ടാമത്തെ മകളാണ്. അമ്മയോടൊപ്പമാണ് താമസം. വളരെ ഷൈ ആയിട്ടുള്ള ഒരു നേച്ചറാണ്. മാഗിയുടെ കയ്യിലും കാലിലും ഒക്കെ പൊള്ളലേറ്റൊരു പാടുണ്ട് ഫ്രം എ ഹൗസ് ഫയർ. അടുത്ത ക്യാരക്ടർ ഹക്കി, ഡിയുടെ പാർട്ട്ണറാണ്. കഥയുടെ സമ്മറിയിലേക്ക് കിടക്കാം. സോ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് മാമ ആൻഡ് മാഗി രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. തൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? ഡിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ പറയുന്നത് മാഗി യൂഷ്വലി ഫീൽസ് നെർവസ് ആൻഡ് അൺകംഫർട്ടബിൾ അറൌണ്ട് ഡി. അതായത് ഡി അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ പ്രസൻസിൽ വളരെയധികം അൺകംഫർട്ടബിൾ ആയിരുന്നു മാഗി. ഷീ ലാക്സ് കോൺഫിഡൻസ്. വളരെയധികം ആത്മവിശ്വാസക്കുറവായിരുന്നു മാഗിക്ക്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് തൻ്റെ കയ്യിലും കാലിലുമുള്ള ആ പൊള്ളലേറ്റ പാടുകളാണ്. യൂഷ്വലി ഡിയുടെ പ്രസൻസിൽ മാഗി യാതൊന്നും സംസാരിക്കാറില്ല. അത് മാത്രമല്ല തന്നേക്കാളും മെച്ചപ്പെട്ട ജീവിതമാണ് ചേച്ചിയുടേത് എന്ന് പലപ്പോഴും മാഗി വിചാരിക്കാറുണ്ട്. അങ്ങനെ ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഓർക്കുകയാണ്. പലതരം TV പ്രോഗ്രാംസും അമ്മ കണ്ടിട്ടുണ്ട്. വെർ സക്സസ്ഫുൾ ചിൽഡ്രൻ ആർ ഗിവൺ എ സർപ്രൈസ് വിസിറ്റ് ബൈ ദി പ്രൗഡ് പാരൻസ്. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മക്കള് സ്റ്റേജിൽ വരികയും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ വളരെ പ്രൗഡായിട്ട് അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി ബാക്ക് സ്റ്റേജിൽ നിന്നും ആ ഒരു കുട്ടിക്ക് സർപ്രൈസ് വിസിറ്റ് കൊടുക്കുന്ന പല റിയാലിറ്റി ഷോസുകളും ടെലിവിഷൻ പ്രോഗ്രാമുകളും ഇവർ കണ്ടിട്ടുണ്ട്. സോ അത്തരമൊരു സിമിലർ സിറ്റുവേഷൻ ഡ്രീം ചെയ്തുകൊണ്ടാണ് മാമ ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സ്വപ്നത്തിൽ ആരാണ് അവർ അല്ലെങ്കിൽ എന്താണ് അവർ കാണുന്നത്? ഷീ ആൻഡ് ഡി ആർ ബ്രോട്ട് ടുഗെദർ ഓൺ സച്ച് എ TV ഷോ. അത്തരം ഒരു TV ഷോയിൽ താനും ഡിയും പങ്കെടുക്കുന്നതായിട്ടാണ് അവർ സ്വപ്നം കാണുന്നത്. വെർ എ പേഴ്സൺ ലൈക്ക് ജോണി കാർസൺ ഷേക്സ് ഹർ ഹാൻഡ്. അതായത് ജോണി കാർസനെ പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്റ്റിന് കൈ കൊടുക്കുന്നതും അതേപോലെ തന്നെ അദ്ദേഹം അമ്മയോട് ഇങ്ങനെ പറയുകയാണ് എത്ര നല്ല മകളാണ് താങ്കൾക്കുള്ളത് എന്ന് പറയുന്നതായിട്ടും അവരിങ്ങനെ ഇമാജിൻ ചെയ്ത് കൊണ്ടാണ് വീടിൻ്റെ മുറ്റത്ത് ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പകൽക്കിനാവുകൾ കാണുമ്പോഴും മാമയ്ക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. ദാറ്റ് ഷി ഡസൻ ലിവ് അപ് ടു ഡീസ് എക്സ്പെക്ടേഷൻ. അതായത് ഡിയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു അമ്മയല്ല താനെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഡി വുഡ് വോണ്ട് ഹർ മദർ ടു ബി തിൻ ആൻഡ് ഫെയർ സ്കിൻഡ്. അതായത് ഡിക്ക് എങ്ങനെയുള്ള അമ്മയാണ് ഇഷ്ടം? വളരെ തിന്നായിട്ടുള്ള, മെലിഞ്ഞ്, അതേപോലെ തന്നെ ഫെയർ സ്കിൻഡ് എന്ന് പറഞ്ഞാൽ വെളുത്ത സ്കിന്നുള്ള ഒരു അമ്മയായിരിക്കും ഡി ആഗ്രഹിക്കുന്നത്. വെറസ് ഇൻ റിയാലിറ്റി മാമ ഇസ് ലാർജ്. പക്ഷേ റിയാലിറ്റിയിൽ മാമ വളരെ ലാർജ് സൈസ്ഡ് വുമൺ ആണ്. വളരെ പരുക്കൻ കൈകളുള്ള, വർക്കിംഗ് ഹാൻഡ്സ് ഉള്ള, ഒരു ആണിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് മാമ. ഷി ക്യാൻ കിൽ എ പിഗ് ലൈക്ക് എ മാൻ. അതായത് ഒരു ആണ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു പിഗിനെ കൊല്ലാനുള്ള സ്ട്രെങ്ത് ഈ അമ്മയ്ക്കുണ്ട്. ഷി വൺസ് നോക്ക്ഡ് എ ബുൾ കാഫ് സ്ട്രെയിറ്റ് ഇൻ ദി ഹെഡ് വിത്ത് എ ഹാമർ. ഒരിക്കൽ അവർ ഒരു കാളക്കുട്ടിയെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് വീഴ്ത്തിയത് അവർ ഓർക്കുകയാണ്.
ജോണി കാഴ്സനെ പോലെയുള്ളൊരു വെള്ളക്കാരൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം തനിക്കില്ല എന്ന് മാമ തിരിച്ചറിയുകയാണ്. കാരണം വർഷങ്ങളായിട്ട് അവർ നേരിടുന്ന വർണ്ണവിവേചനം, വെള്ളക്കാർ അവർക്ക് നൽകുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് അവരിങ്ങനെ വിചാരിക്കുന്നത്. ബട്ട് ഷീ നോസ് ഡി വുഡ്. പക്ഷെ തൻ്റെ മകളായിട്ടുള്ള ഡി അങ്ങനെയല്ല. ആരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും ഡിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡിയെ പറ്റി ഓർത്തുകൊണ്ട് അമ്മ തൻ്റെ അടുത്ത് നിൽക്കുന്ന മാഗിയെ നോക്കുകയാണ്. സോ മാഗിയെ കാണുമ്പോൾ മാമയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് എ ഡിസേബിൾഡ് ഡോഗ് ദാറ്റ് ഹാസ് ബീൻ റൺ ഓവർ ബൈ എ കാർ. അതായത് ഒരു കാർ ഇടിച്ച് പരിക്കേറ്റ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഡോഗിനോടാണ് മാഗിയെ അമ്മ കമ്പയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷീ വാക്സ് ഇൻ സൈലൻസ്. എപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടാണ് മാഗി നടക്കുന്നത്. അത് മാത്രമല്ല വിത്ത് എ ചിൻ ഓൺ എ ചെസ്റ്റ്. അതായത് അവളുടെ ചിൻ എപ്പോഴും അവളുടെ ചെസ്റ്റിലാണ്. അതായത് എപ്പോഴും താഴെ നോക്കിയാണ് മാഗി നടക്കുന്നത്. ആൻഡ് ഹെർ ഐസ് ഓൺ ദ ഗ്രൗണ്ട് എവർ സിൻസ് എ ഫയർ ബേൺ ദിയർ ഓൾഡ് ഹൗസ്. അതായത് 10-12 വർഷം മുമ്പാണ് അവരുടെ ഒരു പഴയ വീട് തീപിടുത്തത്തിൽ നശിച്ചു പോകുന്നത്. സോ ആ ഒരു ഇൻസിഡൻറ്റിൽ മാഗിയുടെ കയ്യിനും കാലിനും വളരെ സാരമായിട്ടുള്ള പരിക്കുകൾ അല്ലെങ്കിൽ പൊള്ളൽ ഏറ്റിട്ടുണ്ടായിരുന്നു. ഡി ഇസ് ലൈറ്റർ സ്കിൻ ദാൻ മാഗി. അതായത് മാഗിയേക്കാൾ ഒന്നും കൂടെ ഫെയർ സ്കിന്ന് ആർക്കാണുള്ളത്? ഡിക്കാണ് ഉള്ളത്. വിത്ത് നൈസർ ഹെയർ ആൻഡ് ഫുള്ളർ ഫിഗർ. അതായത് നല്ല തലമുടിയും അതേപോലെ തന്നെ വടിവൊത്ത ശരീരവും ഡിക്ക് ഉണ്ടായിരുന്നു. ഷീ ഹേറ്റഡ് ദിയർ ഓൾഡ് ഹൗസ്. അതായത് ആ ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോയ ആ ഒരു പണ്ടത്തെ വീട്, ആ വീട് ഡിക്ക് വളരെയധികം ഇഷ്ടമല്ലായിരുന്നു, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് വൈൽ ഹർ മോം വാസ് റെസ്ക്യൂയിങ് മാഗി. അതായത് ആ ഒരു തീപിടുത്തത്തിൻ്റെ സമയത്ത് മാമ മാഗിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡി എന്താണ് ചെയ്തത്? ഡി സ്റ്റുഡ് അറ്റ് എ സേഫ് ഡിസ്റ്റൻസ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുകയും വാച്ചിങ് ഹർ ചൈൽഡ്ഹുഡ് ഹോം ബേൺ ഡൗൺ. അതായത് തൻ്റെ വീട് കത്തി അമരുന്നത് നോക്കി നിൽക്കുകയാണ് ഡി ചെയ്തത്. വിത്ത് കോൾഡ് ഇൻഡിഫറൻസ്. അതായത് ഒട്ടും ഒരു ഇമോഷൻ ഇല്ലാത്ത രീതിയിലാണ് ഡി ആ ഒരു വീട് നശിക്കുന്നത് നോക്കി നിന്നത്. സീയിങ് ദിസ് മാമ ഫെൽറ്റ് ലൈക്ക് ആസ്കിങ്. ഇത് കണ്ടതും മാമയ്ക്ക് അന്ന് ചോദിക്കണമെന്ന് തോന്നി. വൈ ഡോണ്ട് യു ഡു എ ഡാൻസ് അറൌണ്ട് ദി ആഷസ്. ഈ ഒരു ചാരത്തിൻ്റെ ചുറ്റും നിന്ന് നിനക്കൊരു ഡാൻസ് കളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കണമെന്ന് മാമയ്ക്ക് തോന്നി. ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനുള്ള പൈസ അമ്മ എങ്ങനെയാണ് അല്ലെങ്കിൽ മാമ എങ്ങനെയാണ് സ്വരുക്കൂട്ടിയത്? അവിടുത്തെ പള്ളിയുമായി സഹകരിച്ചിട്ടാണ് അല്ലെങ്കിൽ പള്ളിയുടെ സഹായം കൊണ്ടാണ് ഡി സ്കൂളിലേക്ക് വിടുന്നത്. ഹൗഎവർ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഗ്രേറ്റ്ഫുൾ, പക്ഷെ ഗ്രേറ്റ്ഫുൾ ആവുന്നതിന് പകരം അല്ലെങ്കിൽ താങ്ക്ഫുൾ ആവുന്നതിന് പകരം ഡി എന്താണ് ചെയ്തത്? ഷീ കംസ് ഹോം വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സുപ്പീരിയോറിറ്റി. വളരെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട്, അതായത് ഞാൻ നിങ്ങളെക്കാളൊക്കെ വളരെ സുപ്പീരിയർ ആണ് എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ടാണ് ഡി സ്കൂളിൽ നിന്നും വരുന്നത്. ഷീ യൂസസ് ഹർ നോളജ് ടു ലുക്ക് ഡൗൺ ഓൺ എ ഫാമിലി. അതായത് തനിക്ക് ലഭിച്ച ആ ഒരു നോളേജ്, സ്കൂളിൽ നിന്ന് ലഭിച്ച പുതിയ അറിവുകൾ വെച്ചിട്ട് തൻ്റെ ഫാമിലിയെ പുച്ഛിച്ച് തള്ളാനാണ് ഡി പലപ്പോഴും ശ്രമിച്ചത്. ഷീ ഹാസ് ഓൾവേസ് വാണ്ടഡ് നൈസ് തിങ്സ് ആൻഡ് ഇസ് യൂസ്ഡ് ടു ഡിമാൻഡിങ് വാട്ട് എവർ ഷീ ഡിസയേഴ്സ്. താൻ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുക എന്നുള്ളത് ഡിയുടെ ഒരു സ്വഭാവമായിരുന്നു. മാഗി ക്യാൻ റീഡ് ടു. മാഗിക്കും വായിക്കാൻ അറിയാം, പക്ഷെ തപ്പിയും തടഞ്ഞുമാണ് മാഗി വായിച്ചിരുന്നത്. ഷീ നോസ് ഷീ ഈസ് നൈദർ ബ്രൈറ്റ് നോർ ഇൻ്റലിജൻറ്റ്. അതായത് തൻ്റെ ചേച്ചിയുടെ പോലെ താൻ അത്ര ഇൻ്റലിജൻ്റ് അല്ല എന്നുള്ള കാര്യം മാഗിക്ക് അറിയാമായിരുന്നു. പക്ഷേ ജോൺ തോമസ് എന്നൊരാളുമായിട്ട് മാഗിയുടെ കല്യാണം അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിരുന്നു. ദി ന്യൂ ഹൗസ് ഇസ് ഇൻ എ പാസ്ചർ. അതായത് പണ്ടത്തെ വീട് പോലെ തന്നെ, അതല്ലെങ്കിൽ തീപിടുത്തത്തിൽ നശിച്ചുപോയ ആ വീട് പോലെ തന്നെ ഈ ഒരു വീടും പാസ്ചറിലാണ് അവർ പണിതത്. പാസ്ചർ എന്ന് പറഞ്ഞാൽ മേച്ചിൽപ്പുറം അല്ലെങ്കിൽ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്താണ് അവർ വീട് പണിതിരുന്നത്. ആൻഡ് മാമ ഷുവർ ദാറ്റ് ഡി വുഡ് നോട്ട് ലൈക്ക് ഇറ്റ്. സോ മാമയ്ക്ക് വളരെയധികം ഉറപ്പായിരുന്നു ഡിക്ക് ഈ വീടും ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. ഇൻ ഹർ ലെറ്റർ ടു മോം ഡി ഹാഡ് പ്രോമിസ് ടു വിസിറ്റ് ദ ഹൗസ്. പക്ഷേ മാമയ്ക്ക് എഴുതിയ ഒരു ലെറ്ററിൽ ഡി പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരുന്നു ഈ ഒരു വീട് കാണാൻ വേണ്ടി, വിസിറ്റ് ചെയ്യാൻ ഡി വരുന്നുണ്ട് എന്ന്. ബട്ട് ഷീ സേസ് ഷീ വുഡ് നെവർ ബ്രിങ് ഹർ ഫ്രണ്ട്സ്. പക്ഷേ തൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഒരിക്കലും ആ വീട്ടിലേക്ക് വരികയില്ല എന്ന് ഡി പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം, ബിക്കോസ് ഓഫ് എ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വളരെ പുവർ ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നത് ഡിക്ക് നാണക്കേടായിരുന്നു. നമുക്കറിയാം മാമയും മാഗിയും ഡിക്ക് വേണ്ടി മുറ്റത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള നറേഷനൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ മാമ ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. സോ ദി വെയിറ്റ് ഇസ് ഫൈനലി ഓവർ ആൻഡ് ഡി കംസ് ഹോം. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ ഡി വരികയാണ് വീട്ടിലേക്ക്. മാഗി ടേൺസ് നെർവസ്. അതായത് ഡിയെ കണ്ടതും മാഗി വളരെയധികം നെർവസ് ആവുകയാണ്. ആൻഡ് ട്രൈസ് ടു റിട്രീറ്റ് ഇൻ ടു ഹൗസ്. വീട്ടിലേക്ക് പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ ഉൾവലിയാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ മാമ മാഗിയെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഡി ഈസ് അക്കമ്പനീഡ് ബൈ എ ഷോർട്ട് മാൻ. ഡി ഒറ്റയ്ക്കല്ല വരുന്നത്, അവരുടെ ഒപ്പം ഒരു ഷോർട്ട് മാൻ, അതായത് ഉയരം കുറഞ്ഞ ഒരു മാൻ ഉണ്ടായിരുന്നു. ഹു ഹാസ് ലോങ് ഹെയർ ആൻഡ് ലോങ് ബിയർഡ്, അതായത് നീണ്ട മുടിയും നീണ്ട താടിയുമുള്ള ഒരാളുണ്ടായിരുന്നു. ഷീ ഈസ് വെയറിങ് എ ലോങ് ഫ്ലാഷി ഡ്രസ്. ഡി ധരിച്ചിരുന്നത് വളരെ ലോങ് ആൻഡ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ദി ഷോർട്ട് മാൻ ഗ്രീറ്റ്സ് മാമ ആൻഡ് മാഗി വിത്ത് അസ്സലാം അലൈക്കും. അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് മാൻ മാഗിയെയും അമ്മയെയും വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുന്നത്. സോ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. ഡി ദെൻ ബ്രിങ്സ് എ പോളറൈഡ് ഫ്രം ദ കാർ. അതിനുശേഷം ഡി തൻ്റെ കാറിൽ നിന്നും ഒരു ക്യാമറ എടുത്തിട്ട് വരികയാണ്. ആൻഡ് ടേക്ക് സെവറൽ പിക്ചേഴ്സ് ഓഫ് ഹെർ മോം ആൻഡ് സിസ്റ്റർ. തൻ്റെ അമ്മയുടെയും സിസ്റ്ററിൻ്റെയും കുറേ പിക്ചേഴ്സ് ആ ഒരു ക്യാമറയിൽ എടുക്കുകയാണ്. സോ ഓരോ പ്രാവശ്യം പിക്ചേഴ്സ് എടുക്കുമ്പോൾ തൻ്റെ ആ വീടും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഡി വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. താൻ സ്വീകരിച്ച പുതിയ പേര് വെളിപ്പെടുത്തുകയാണ് ഡി ഇവിടെ. വാഞ്ചറോ ലിവാനിക്ക കെമാൻജോ എന്നാണ് ഡി സ്വീകരിച്ചിരിക്കുന്ന പുതിയ പേര്. ആൻഡ് ഡിയുടെ ഒപ്പമുള്ള ഉയരം കുറഞ്ഞ മനുഷ്യൻ്റെ പേര് ഹക്കീം ബാർബർ എന്നാണ്. സോ ഹക്കീം ഡിയുടെ ഭർത്താവാണോ അതോ ബോയ് ഫ്രണ്ട് ആണോ എന്നുള്ളൊരു കാര്യം മാമ ഇവിടെ ചോദിക്കുന്നില്ല. സോ അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാഞ്ചറോ ആസ്ക്സ് വെദർ ഷീ ക്യാൻ ടേക്ക് ദ ചേൺ ടോപ്പ് ആൻഡ് ദ ഡാഷർ. അതായത് കിച്ചണിൽ വെച്ചിരിക്കുന്ന ചേൺ ടോപ്പ് ആൻഡ് ഡാഷർ ഇത് രണ്ടും താൻ എടുത്തോട്ടെ എന്ന് വാഞ്ചറോ അമ്മയോട് ചോദിക്കുകയാണ്, മാമയോട് ചോദിക്കുകയാണ്. ചേൺ ടോപ്പ് ആൻഡ് ഡാഷർ എന്ന് പറഞ്ഞാൽ വെണ്ണ കടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് വുഡൻ പീസുകളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ആൻസിസ്റ്റേഴ്സ് കൊത്തിയെടുത്ത് അല്ലെങ്കിൽ ഒരു ഹാൻഡ് മെയ്ഡ് പീസാണത്. സോ അത് ഒരു ആൻറ്റീക് പീസായിട്ട് അല്ലെങ്കിൽ ഒരു പുരാവസ്തുവായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാഞ്ചറോ ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് പീസുകൾ ആവശ്യപ്പെടുന്നത്. സോ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടൂൾസ് ആണ്, അതായത് നിത്യേന അവർ ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് ടൂൾസ് ആണ്. സോ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസേജ് മനസ്സിലാക്കാതെയാണ് വാഞ്ചറോ ഈ രണ്ട് കാര്യങ്ങൾ അമ്മയോട് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ ഒരു ചേൺ ടോപ്പും ഡാഷറും വാഞ്ചറോയെ സംബന്ധിച്ച് വെറും ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റീക് പീസുകളാണ്, പുരാവസ്തുക്കൾ മാത്രമാണ്, ഷോ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റീക് പീസുകളാണ്. പക്ഷേ തൻ്റെ അമ്മ അല്ലെങ്കിൽ മാമ അത് കിച്ചണിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ വസ്തുക്കളാണ് എന്നുള്ളൊരു കാര്യമൊന്നും ഇവിടെ വാഞ്ചറോ ആലോചിക്കുന്നില്ല. ആ ഒരു ചേൺ ടോപ്പും ഡാഷറും പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ഡി ഇവിടെ. അതിനുശേഷം വാഞ്ചറോ മാമയുടെ റൂമിൽ ചെന്ന് രണ്ട് പുതപ്പുകൾ കൊണ്ട് വരികയാണ്. അതും താൻ എടുത്തോട്ടെ, ഈ രണ്ട് പുതപ്പുകളും താൻ എടുത്തോട്ടെ എന്ന് മാമയോട് ഇവിടെ ചോദിക്കുകയാണ്. സോ ഈ രണ്ട് പുതപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് മെയ്ഡ് പീസുകളാണ്, അതായത് കൈകൾ കൊണ്ട് തുന്നിയതാണ്. ഗ്രാൻഡ്മ ഡി ആൻഡ് ആൻറ്റ് ഡി ആണ് ഈ ഒരു പുതപ്പുകൾ തുന്നിയിരിക്കുന്നത്. സോ ഗ്രാൻഡ്മയുടെ പേരും അതേപോലെ തന്നെ ആൻറ്റിയുടെ പേരും ഡി എന്നാണ്. സോ അവരുടെ ഓർമ്മയ്ക്കാണ് വാഞ്ചറോയ്ക്ക് ഡി എന്ന പേര് മാമ ഇട്ടിരിക്കുന്നത്. ഷീ ആസ്ക്സ് ഇഫ് ഷീ ക്യാൻ ഹാവ് ദം എസ് വെൽ. ഈ രണ്ട് പുതപ്പും എടുത്തോട്ടെ എന്ന് മാമയോട് ചോദിക്കുകയാണ്. ബട്ട് മോം സേസ് ദാറ്റ് ഷീ ഹാസ് പ്രോമിസ്ഡ് ടു ഗിവ് ദോസ് ക്വിൽസ് ടു മാഗി. സോ മാമ ഇവിടെ എന്താണ് പറയുന്നത്, അത് താൻ മാഗിക്ക് കൊടുക്കാമെന്ന് ഏറ്റതാണ് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തതാണ് വെൻ ഷീ ഗെറ്റ്സ് മാരീഡ്. അതായത് മാഗി വിവാഹം കഴിക്കുമ്പോൾ ഈ രണ്ട് പുതപ്പ് മാഗിക്ക് കൊടുക്കാമെന്ന് താൻ പ്രോമിസ് ചെയ്തതാണ്. ഡി ആർഗ്യൂസ് ദാറ്റ് മാഗി ഡസൻ അണ്ടർസ്റ്റാൻഡ് ദിയർ വാല്യൂ. സോ ഡി അവിടെ പറയുന്നത് മാഗിക്ക് ഇതിൻ്റെ വിലയൊന്നും മനസ്സിലാവില്ല, അവൾ നിത്യേന ഉപയോഗിക്കും അല്ലെങ്കിൽ ഡെയിലി യൂസിന് ഉപയോഗിച്ചുകൊണ്ട് ഇത് വെറും പഴന്തുണികളാക്കി മാഗി മാറ്റും എന്നാണ് ഇവിടെ ഡി പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഡി വാണ്ട്സ് ടു ഹാങ് ദം ആസ് എൻ ആർട്ട് പീസ്. ഇനി എന്തിനാണ് ഡി ഇത് ആവശ്യപ്പെടുന്നത്? ഡിക്ക് ഇത് വെറും ഒരു ഡെക്കറേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആർട്ട് പീസുകളാണ്. സോ അത് ഷോ ഓഫ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമാണ് ഈ രണ്ട് പുതപ്പുകൾ, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പുതപ്പുകൾ ഡി ചോദിക്കുന്നത്. ഈ ഒരു ആർഗ്യുമെൻറ്റ് കേട്ടുകൊണ്ടാണ് മാഗി കിച്ചണിലേക്ക് വരുന്നത്. ആൻഡ് ഷീ ഓഫേഴ്സ് എ ക്വിൽസ് ടു ഡി. അങ്ങനെ രണ്ട് പുതപ്പുകൾ ഡിക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണ് മാഗി. സോ അതിനുള്ള റീസൺ മാഗി പറയുന്നത് ഈ രണ്ട് പുതപ്പിൻ്റെ ആവശ്യമില്ല തൻ്റെ ഗ്രാൻഡ് മദറിനെ ഓർത്തിരിക്കാൻ എന്നാണ് മാഗി പറയുന്നത്. മാഗി ഫീൽസ് ദാറ്റ് ഷീ ക്യാൻ നെവർ വിൻ എനിത്തിങ് ലൈക്ക് എ സിസ്റ്റർ. തൻ്റെ ചേച്ചിയെ പോലെ ഒന്നും സ്വന്തമാക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മാഗിക്ക് ഫീൽ ചെയ്യുകയാണ്. സോ മാമ ഇസ് ഡീപ്ലി മൂവ്ഡ് ബൈ മാഗി സെൽഫ്ലെസ് നേച്ചർ. മാഗിയുടെ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് അമ്മയ്ക്ക് അത് വളരെയധികം മനസ്സിൽ തട്ടുകയാണ്. ഡീപ്ലി മൂവ്ഡ്. അങ്ങനെ മാമ എന്താണ് ചെയ്യുന്നത്? മാമ ഹഗ്സ് ഹെർ, അതായത് മാമ ഓടിച്ചെന്ന് മാഗിയെ കെട്ടിപ്പിടിക്കുകയും അതേപോലെ തന്നെ ഡിയുടെ കയ്യിൽ നിന്നും ആ രണ്ട് പുതപ്പുകൾ തട്ടിപ്പറിക്കുകയും ആൻഡ് പ്ലേസസ് ദം ഇൻ മാഗീസ് ലാപ്പ്, അത് മാഗിയുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. ദിസ് ആക്ട് ഒഫൻസ് വാഞ്ചറോ. ഇത് വാഞ്ചറോയെ വളരെയധികം അപ്സെറ്റ് ആകുകയും ചെയ്തു. അങ്ങനെ ആ വിസിറ്റിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഡി തൻ്റെ അമ്മയെ അല്ലെങ്കിൽ മാമയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിൻ്റെ പേരിലാണ് കുറ്റപ്പെടുത്തുന്നത്? ഫോർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹെർ ഓൺ ഹെറിറ്റേജ്. അതായത് മാമയ്ക്ക് തൻ്റെ പൈതൃകത്തെ പറ്റിയോ അല്ലെങ്കിൽ പാരമ്പര്യത്തെ പറ്റിയോ ഒന്നും അറിയില്ല എന്നാണ് ഡി ഇവിടെ മാമയെ കുറ്റപ്പെടുത്തുന്നത്. സോ രണ്ട് പുതപ്പുകൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഡി ഇങ്ങനെ മാമയെ
കുറ്റപ്പെടുത്തുന്നത്. ആൻഡ് ടെൽസ് മാഗി ടു മേക്ക് സംതിങ് ഓഫ് യുവർ സെൽഫ്. അങ്ങനെ മാഗിയോട് എന്തുപദേശമാണ് ഡി കൊടുക്കുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരൂ എന്നുള്ളൊരു ഉപദേശമാണ് കൊടുക്കുന്നത്. സോ ആഫ്റ്റർ വാഞ്ചറോ ലീവ്സ് എ ടെൻഷൻ ഇൻ ദ ഹൗസ് ഡിസപ്പിയേഴ്സ്. വാഞ്ചറോ പോയതിനു ശേഷം ആ വീട്ടിലെ ടെൻഷനും ഡിസപ്പിയർ ചെയ്യുകയാണ്. മാമ ആൻഡ് മാഗി സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഈവനിങ് പീസ്ഫുള്ളി. അങ്ങനെ മാമയും മാഗിയും വളരെ സമാധാനപരമായിട്ട് ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഫീലിംഗ് കണ്ടന്റ് ആൻഡ് കണക്റ്റഡ്. അവർ തമ്മിലുള്ളൊരു കണക്ഷനും അതേപോലെ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ അവരുടെ ആ ഒരു കമ്പനി എൻജോയ് ചെയ്തത്. എവറിഡേ യൂസ് എന്ന ടൈറ്റിലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കാം. എവറിഡേ യൂസ് എന്ന് പറഞ്ഞാൽ നിത്യോപയോഗം എന്നാണ് അർത്ഥം. സോ പൈതൃകത്തിനോടുള്ള അല്ലെങ്കിൽ പാരമ്പര്യത്തിനോടുള്ള രണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ കാണിക്കുന്നത്. മാഗിക്കും മാമയ്ക്കും ഹാൻഡ് മെയ്ഡ് ക്വിൽസ് അല്ലെങ്കിൽ ആ ഒരു പുതപ്പുകൾ എന്ന് പറയുന്നത് അവരുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പൈതൃകം. സോ അതിനോടുള്ള ഒരു ആദരവ് അവരെങ്ങനെയാണ് കാണിക്കുന്നത്? നിത്യോപയോഗത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് ഡെയിലി ജീവിച്ചുകൊണ്ടാണ് അവർ അതിനോടുള്ള അല്ലെങ്കിൽ പൈതൃകത്തിനോടുള്ളൊരു ആദരവ് കാണിക്കുന്നത്. പക്ഷേ വാഞ്ചറോ ആവട്ടെ ഈ ഒരു ഡെയിലി യൂസിന് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നശിക്കും അല്ലെങ്കിൽ അത് നശിച്ചു പോവും എന്നാണ് വാഞ്ചറോ ഇവിടെ വിശ്വസിക്കുന്നത്. സോ ഡിക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ഐറ്റത്തിനോട് ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം? ബിക്കോസ് ദി ആർ ട്രെൻഡി ആൻഡ് ഡി ക്യാൻ സ്യൂട്ട്സ് എ ന്യൂ ഐഡൻറ്റിറ്റി. കാരണം ഇത്തരം പ്രൊഡക്ട്സുകളൊക്കെ വളരെ ഫാഷനബിൾ ആണ്. അതേപോലെ തന്നെ പുരാവസ്തു പോലെ ഉള്ളൊരു വാല്യൂ അതിനുണ്ട്. അത് മാത്രമല്ല സ്യൂട്ട്സ് എ ന്യൂ ഐഡൻറ്റിറ്റി. അതായത് വാഞ്ചറോ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയോടുമായി കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നതാണ് ഇത്തരം ആഫ്രിക്കൻ റൂട്ട്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻ വേരുകൾ. അത് ഷോ ഓഫ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസിന് വേണ്ടിയിട്ടാണ് ഡി പലപ്പോഴും ഇത്തരം ഐറ്റംസ് കളക്ട് ചെയ്യുന്നത്. ഷി ഡസൻ ഹാവ് ജെനുവിൻ ലവ് ഫോർ ഹർ ഹെറിറ്റേജ്. അല്ലാതെ തൻ്റെ പൈതൃകത്തിനോടോ പാരമ്പര്യത്തോടോ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഇഷ്ടം ഉള്ളത് കൊണ്ടല്ല ഡി ഇത് കാണിക്കുന്നത്. ട്രൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെറിറ്റേജ് കംസ് ഫ്രം ലിവിങ് ഇറ്റ്. എങ്ങനെയാണ് നമ്മൾ പൈതൃകത്തിനോടുള്ള ഒരു ആദരവ് കാണിക്കുന്നത്? അത് ജീവിച്ചുകൊണ്ടാണ് നമ്മളത് കാണിക്കേണ്ടത്. അല്ലാതെ അത് ഷോ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തോ അല്ല അതിനോടുള്ളൊരു സ്നേഹവും ആദരവും നമ്മൾ കാണിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ദ ക്വിൽറ്റ് സിംബലൈസ്? അതായത് ഈ ഒരു പുതപ്പ് എന്തിൻ്റെ സിമ്പിളാണ്? ദ ക്വിൽറ്റ് സിംബലൈസസ് ആഫ്രിക്കൻ അമേരിക്കൻ ഹെറിറ്റേജ്. അതായത് പൈതൃകം, ആഫ്രിക്കൻ അമേരിക്കൻ പൈതൃകമാണിത് കാണിക്കുന്നത്. അവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി, അതുപോലെ തന്നെ അവരുടെ ഒരു ഓർമ്മകൾ, അതേപോലെ തന്നെ ആ ഒരു ഫാമിലി നടത്തിയിട്ടുള്ള സ്ട്രഗിളും അതിജീവനും ഒക്കെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. ദേ കണ്ടെയ്ൻ സ്ക്രാപ്സ് ഓഫ് ഡ്രസ്സസ് വോൺ ബൈ ഗ്രാൻഡ്മ ഡി, ഷർട്ട്സ് ഓഫ് ഗ്രാൻഡ്പ ജാറൽ എക്സെട്ര. അതായത് ഇവരുടെ ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും ഒക്കെ ഉപയോഗിച്ച ഷർട്ടിൻ്റെയും ഡ്രസ്സിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ തുണി കഷ്ണങ്ങൾ എന്തിലുണ്ട്? ഈ ഒരു പുതപ്പിൽ തുന്നി ചേർത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഡി തൻ്റെ പേര് വാഞ്ചറോ എന്നാക്കി മാറ്റുന്നത്? ഡി ചേഞ്ചസ് എ നെയിം ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ വൈറ്റ് പീപ്പിൾ. അതിനുള്ള കാരണം ഡി പറയുന്നത് തൻ്റെ പേര് അല്ലെങ്കിൽ ഡി എന്നുള്ളൊരു പേര് വെള്ളക്കാരുടെ പേരാണ്. അവരെന്താണ് ചെയ്തത്? തൻ്റെ പൂർവികരെ ഒപ്രസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ അവരുടെ പേര് കൊണ്ടു നടക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ഇവിടെ വാഞ്ചറോ പറയുന്നത്. ഷി ബിലീവ്സ് ദാറ്റ് ഷീ ഈസ് റിക്ലെയിമിങ് ഹർ കൾച്ചറൽ റൂട്ട്സ്. സോ ഈ ഒരു പേര് മാറ്റുന്നത് വഴി എന്താണ് വാഞ്ചറോ വിചാരിക്കുന്നത്? ദാറ്റ് ഷീ ഈസ് റിക്ലെയിമിങ് ഹർ കൾച്ചറൽ റൂട്ട്സ്. അതായത് തൻ്റെ ആഫ്രിക്കൻ വേരുകൾ തിരിച്ചു പിടിക്കുകയാണ് എന്നാണ് ഇവിടെ വാഞ്ചറോ വിശ്വസിക്കുന്നത്. പക്ഷേ സത്യത്തിൽ മാമ ഡിയെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വാഞ്ചറോയെ ഓർമ്മിപ്പിക്കുകയാണ് ദാറ്റ് ഷീ ഈസ് നെയിംഡ് ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ ആൻഡ് ഓണ്ട്. അതായത് ഗ്രാൻഡ് മദറിൻ്റെയും ഓണ്ടിൻ്റെയും പേരാണ് ഡി. അവരുടെ ഓർമ്മയ്ക്കാണ് ഈ പേര് ഇട്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത ഇവിടെ വാഞ്ചറോ മറന്നു പോവുകയാണ്. താനെടുത്ത പിക്ചേഴ്സിലെല്ലാം ആ വീടും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഡി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബിക്കോസ് തൻ്റെ എഡ്യൂക്കേറ്റഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിറ്റിയിലുള്ള തൻ്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീട് എല്ലാ പിക്ചേഴ്സിലും ഡി ഉൾപ്പെടുത്തിയത്. ആൻഡ് ഷീ വാണ്ട്സ് ടു ഷോ ദാറ്റ് ഷീ ഈസ് കൾച്ചറലി റൂട്ടഡ്. അതായത് തൻ്റെ സംസ്കാരത്തിനോടൊക്കെ തനിക്ക് വളരെ സ്നേഹമാണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ റൂട്ട്സിനോടൊക്കെ തനിക്ക് അല്ലെങ്കിൽ ആ ഒരു വേരുകളിൽ ഊന്നിയതാണ് തൻ്റെ പേഴ്സണാലിറ്റി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തത്. ഷീ ട്രീറ്റ്സ് ഇറ്റ് ആസ് സംതിങ് ടു ബി ഡിസ്പ്ലേഡ്. അതായത് ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ് ഡി തൻ്റെ ആ വീടിനെ കാണുന്നത്. അല്ലാതെ ആ വീട്ടിൽ താമസിക്കാനായിട്ട് ഒരിക്കലും വാഞ്ചറോയ്ക്ക് സാധിക്കില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മാമാസ് ഡ്രീം ഇൻ വിച്ച് ഷീ അപ്പിയേഴ്സ് ഓൺ എ TV പ്രോഗ്രാം റിവീൽ അബൌട്ട് ഡി? അതായത് ആ ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അമ്മ ഡ്രീം ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്നും ആ ഒരു ഡ്രീമിൽ നിന്നും ഡിയുടെ ക്യാരക്ടറിനെ പറ്റി നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? സോ മാമാസ് ഡ്രീം സജസ്റ്റ് ദാറ്റ് ഡി വുഡ് പ്രിഫർ എ സ്ലിം ഫെയർ സ്കിൻഡ് മദേഴ്സ്. അതായത് അമ്മ തന്നെ ഇവിടെ വിചാരിക്കുന്നുണ്ട് ഡിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ളൊരു അമ്മയല്ല താൻ. ഡിക്ക് എങ്ങനെയുള്ള അമ്മയായിരിക്കും ഇഷ്ടം?
ഇഷ്ടം സ്ലിം ആയിട്ടുള്ള, അതേപോലെ തന്നെ ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെളുത്ത സ്കിന്നുള്ള അമ്മയായിരിക്കും ഇഷ്ടം. ടു എ സ്ട്രോങ് ഹാർഡ് വർക്കിംഗ് വൺ, ഒരു ഹാർഡ് വർക്കിംഗ് അമ്മയേക്കാൾ കൂടുതൽ ഇങ്ങനൊരു അമ്മയായിരിക്കും ഡിക്ക് ഇഷ്ടം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഡി ഈസ് മോർ കൺസേൺ വിത്ത് അപ്പിയറൻസ്, അതായത് ഔട്ട്വേർഡ് അപ്പിയറൻസിലാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റേറ്റസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനേക്കാളും ഇമോഷണൽ ബോണ്ട് വിത്ത് ദ ഫാമിലി, അതായത് തൻ്റെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ ഇവിടെ ഡി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പിയറൻസിനും സോഷ്യൽ സ്റ്റേറ്റസിനുമാണ്.